ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അവന്തികയാണ്. മൂർത്തി അർച്ചനയുടെ കുഞ്ഞിന്റെ ഭാഗ്യങ്ങളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് അസ്വസ്ഥയായി നടക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിന്റെ പുറത്ത് അവന്തികയെ കാത്തു നിൽക്കുന്ന മൂർത്തിയെയാണ്. അതേസമയം സിസ്റ്ററിന്റെ വേഷത്തിൽ ഹോസ്പിറ്റലിനകത്ത് കയറി കൂടിയിരിക്കുകയാണ് അവന്തിക. കുഞ്ഞിപ്പോഴും ഇൻക്യുബേറ്റർ റൂമിൽ തന്നെയല്ലേ എന്ന് അവന്തിക മൂർത്തിയെ വിളിച്ചു ചോദിക്കുമ്പോൾ അതേയെന്നും കഴിഞ്ഞ തവണത്തെ പോലെ പാളിച്ചകളൊന്നും പറ്റരുതെന്നും മൂർത്തി പറയുന്നു. ഇല്ല, നീ വണ്ടി റെഡിയാക്കി കിട്ടോ. എന്താണെങ്കിലും ഞാൻ ഉടൻ തന്നെ കുഞ്ഞിനെ കൊണ്ട് പുറത്തേക്ക് വരുമെന്ന് അവന്തിക പറയുന്നു. ഇന്നെന്താണെങ്കിലും എന്റെ ലക്ഷ്യം നടത്തിയിട്ട് മാത്രമേ ഞാൻ അങ്ങോട്ടേക്ക് വരികയുള്ളെന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക കോള് കട്ട് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഇൻക്യുബേറ്റർ റൂമിന്റെ വാതിൽക്കൽ നിൽക്കുന്ന അവന്തികയാണ്. അതേസമയം ഇൻക്യുബേറ്റർ റൂമിലുള്ള ഒരു സിസ്റ്റർ തന്റെ ഷിഫ്റ്റ് കഴിഞ്ഞെന്നും രമ്യ സിസ്റ്റർ ഉടൻ തന്നെ എത്തുമെന്നും അന്നേരം കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായി കൊണ്ടുപോകണമെന്നും മറ്റൊരു നഴ്സിനെ പറഞ്ഞേൽപ്പിക്കുകയാണ്. അങ്ങനെ ആ സിസ്റ്റർ അവിടുന്ന് പോയതിനു ശേഷം അവന്തിക ഇൻക്യുബേറ്റർ റൂമിന്റെ ഉള്ളിലേക്ക് കയറുന്നതാണ് കാണിക്കുന്നത്. സിസ്റ്ററെ, ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോവുകയാണ് എന്ന് അവന്തിക പറയുമ്പോൾ രമ്യ സിസ്റ്റർ അരമണിക്കൂർ കഴിഞ്ഞാൽ വരൂ എന്നാണല്ലോ പറഞ്ഞതെന്ന് ആ സിസ്റ്റർ ചോദിക്കുന്നു. അത് പിന്നെ ഇന്നൊരു പേഷ്യന്റിന് സ്കാനിംഗ് ഉണ്ട്, അതുകൊണ്ട് അല്പം നേരത്തെ വന്നതാണെന്ന് പറഞ്ഞ് അവന്തിക കുഞ്ഞിനെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അകത്തിരിക്കുന്ന സിസ്റ്റർ അവന്തികയുടെ മുഖം ശ്രദ്ധിക്കുന്നത്. ഇത് രമ്യ സിസ്റ്റർ അല്ലല്ലോ. സിസ്റ്റർ ഒന്നവിടെ നിന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അവര് പുറകെ ഓടി ചെല്ലുന്നതാണ് കാണിക്കുന്നത്. അതേസമയം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തയ്യാറായി നിൽക്കുകയാണ് മൂർത്തി. കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ട് പോകുമെന്നറിയാതെ ആകെ പെട്ടു നിൽക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അർച്ചനയ്ക്ക് മരുന്ന് കൊടുക്കുന്ന സച്ചിയാണ്. അതേസമയം ഇൻക്യുബേറ്റർ റൂമിലുണ്ടായിരുന്ന നഴ്സ് അർച്ചനയുടെ റൂമിലേക്ക് വന്ന് കുഞ്ഞെവിടെയെന്ന് ചോദിക്കുന്നു. അതിന് കുഞ്ഞിനെ അരമണിക്കൂർ കഴിഞ്ഞ് കൊണ്ടുവരാമെന്നല്ലേ പറഞ്ഞതെന്ന് സച്ചി ചോദിക്കുമ്പോൾ അല്ലെന്നും ഇൻക്യുബേറ്റർ റൂമിൽ നിന്നും ആരോ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്നും ആ സിസ്റ്റർ പറയുന്നു. സച്ചേട്ടാ, നമ്മുടെ കുഞ്ഞ്, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ലെന്ന് അർച്ചന ദേഷ്യത്തോടെ പറയുന്നു. സച്ചേട്ടാ, ഓടിച്ചെല്ല്, നമ്മുടെ കുഞ്ഞിനെ ആരോ കൊണ്ടുപോയെന്ന് അർച്ചന പറയുമ്പോൾ സച്ചിയും ആ സിസ്റ്ററും കൂടി പുറത്തേക്ക് ഓടുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് ആ നഴ്സ് സെക്യൂരിറ്റിയോട് പുറത്തേക്കുള്ള എല്ലാ വാതിലുകളും എത്രയും പെട്ടെന്ന് ലോക്ക് ചെയ്യാനായി പറയുന്നു. തുടർന്ന് സെക്യൂരിറ്റി ഒരു കുഞ്ഞ് മിസ്സായിട്ടുണ്ടെന്നും പുറത്തേക്കുള്ള വാതിലുകൾ എത്രയും പെട്ടെന്ന് അടയ്ക്കാനും എല്ലാവർക്കും നിർദ്ദേശം നൽകുകയാണ്. എല്ലാം കൂടി നശിപ്പിച്ചു, ഇതിനകം കഴുത്ത് ഞെരിച്ച് കൊന്നു കളഞ്ഞാലോ. ഇനിയിപ്പോ രക്ഷപ്പെടാൻ എന്താ വഴിയെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് തന്റെ കുഞ്ഞിനെ ഓർത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അർച്ചനയെയാണ്. തുടർന്ന് അവിടെയുള്ള സിസ്റ്റർ അർച്ചനയെ സമാധാനിപ്പിക്കുകയാണ്. കുഞ്ഞെന്താണെങ്കിലും നന്നായി തന്നെ നമ്മുടെ കയ്യിലേക്ക് കിട്ടും. പുറത്തേക്കുള്ള എല്ലാ വാതിലുകളും ഇതിനോടകം തന്നെ ലോക്ക് ചെയ്തിട്ടുണ്ട്. അതേസമയം അവന്തിക വേഷം മാറിയതിനു ശേഷം കുഞ്ഞിനെയും കൊണ്ട് അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവന്തികയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. നിനക്കെന്താ വിശ്വാസം വരുന്നില്ലേ, ഇത് നിന്റെ കുഞ്ഞ് തന്നെയാണെന്ന് അവന്തിക പറയുമ്പോൾ അവന്തികയുടെ കയ്യിൽ നിന്നും ബലമായി കുഞ്ഞിനെ വാങ്ങുകയാണ് അർച്ചന. എന്റെ കുഞ്ഞിനെ നിങ്ങൾ തന്നെയല്ലേ ഇൻക്യുബേറ്റർ റൂമിൽ നിന്നും എടുത്തതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ നീ ഇങ്ങനെ ഒച്ച വയ്ക്കാതെയെന്നും ഞാൻ കുഞ്ഞിനെ എടുത്തതൊന്നുമല്ല, കുഞ്ഞു പുറത്ത് ബെഞ്ചിൽ കിടക്കുന്നത് കണ്ടപ്പോ ഞാൻ ചെന്ന് നോക്കിയതാ, അപ്പോഴാ കയ്യിലെ ടാഗിൽ നിന്റെ പേര് കണ്ടത്, അതാ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടു തന്നത്. തുടർന്ന് അർച്ചന പറയുകയാണ്, അന്നാ മുറിയിൽ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കാരണമാണ് എന്റെ കുഞ്ഞിനിപ്പോ ഈ അവസ്ഥയുണ്ടായത്. ഞാൻ എന്താണെങ്കിലും എല്ലാവരോടും എല്ലാം തുറന്നു പറയുമെന്ന് അർച്ചന പറയുമ്പോൾ നീ തുറന്നു പറഞ്ഞോളാനും എനിക്കാരെയും ഒരു പേടിയുമില്ലെന്നും അവന്തിക പറയുന്നു. നിന്നെയും നിന്റെ കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടി തന്നെയാ ഞാനന്ന് ചെയ്തത്. പക്ഷെ എന്ത് ചെയ്യാനാ, നിനക്ക് ഇച്ചിരൂടെ ആയുസുണ്ട്. പ്രിമേച്ചർ ബേബിയാ, അതുകൊണ്ട് നന്നായി തന്നെ സൂക്ഷിക്കണം. ഇല്ലെങ്കിലേ കിട്ടിയ ജീവൻ അങ്ങനെ തന്നെ അങ്ങ് ഈശ്വരൻ എടുത്തുകൊണ്ട് പോകും. തൽക്കാലം ഞാൻ പോവുകയാണ്. നീയും നിന്റെ കുഞ്ഞും സേഫ് ആയെന്നൊന്നും നീ കരുതണ്ട. നീ എവിടെയാണെങ്കിലും നിന്നെ കുഞ്ഞിനെ കാണാൻ ഞാൻ ഇനിയും വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കരയുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് കുഞ്ഞിനെ തിരഞ്ഞു നടക്കുന്ന സച്ചിയാണ്. അതേസമയം കുഞ്ഞിനെ കിട്ടി റൂമിലുണ്ടെന്ന് ഒരു സിസ്റ്റർ സച്ചിയോട് ചെന്ന് പറയുന്നു. കുഞ്ഞിനെ ആര് കൊണ്ടുവന്നെന്ന് സച്ചി അർച്ചനയോട് ചോദിക്കുമ്പോൾ കുഞ്ഞിനെ കൊണ്ടുവന്നത് അവന്തികേട്ടത്തിയാണെന്ന് അർച്ചന പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഇഷാനി ഡോക്ടർ വന്ന് കുഞ്ഞിനെ പരിശോധിക്കുന്നതാണ്. കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞതിന് ശേഷം ഇൻക്യുബേറ്റർ റൂമിലുണ്ടായിരുന്ന നഴ്സിനെ ഡോക്ടർ വഴക്ക് പറയുകയാണ്. സോറി ഡോക്ടർ, അവർ നഴ്സിന്റെ വേഷത്തിലാണ് വന്നത്. ഞാൻ കരുതിയത് രമ്യ സിസ്റ്റർ ഡ്യൂട്ടിക്ക് വന്നതാണെന്നാ. ഡോക്ടർ, അവരെ വഴക്ക് പറയണ്ട. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് ഇവിടുത്തെ CCTV വിഷ്വൽസ് കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. ഒന്നുകൂടി കാര്യങ്ങൾ ഉറപ്പിക്കാനാണെന്ന് സച്ചി പറയുമ്പോൾ അതിനെന്താണെന്ന് പറഞ്ഞ് സച്ചിയും കൂട്ടിക്കൊണ്ട് ഇഷാനി ഡോക്ടർ പുറത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ഇതിനോടകം തന്നെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ നോക്കിയ വാർത്ത നെല്ലിശ്ശേരിയിൽ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛാ, അവർക്കെതിരെ എന്താണെങ്കിലും കേസ് കൊടുക്കണമെന്നും തെളിവിനായി CCTV വിഷ്വൽസ് നമ്മുടെ കയ്യിലുണ്ടല്ലോ എന്നും സ്നേഹ പറയുന്നു. അങ്ങനെ കേസ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യവുമില്ലെന്നും ഇതിനുള്ള മറുപടി നമ്മൾ തന്നെ അവർക്ക് കൊടുക്കണമെന്നും അനഘ പറയുന്നു. നമുക്കെന്താണെങ്കിലും പോലീസ് കംപ്ലൈന്റ് കൊടുക്കാമെന്ന് സേതു പറയുമ്പോൾ
അങ്ങനെ കൊടുത്തിട്ടും കാര്യമൊന്നുമില്ലെന്നും ചെയ്യേണ്ടത് ഞങ്ങൾ തന്നെ ചെയ്തോളാമെന്നും അനഘ പറയുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പിന്നെ പോലീസ് വന്ന് ആകെ പ്രശ്നമാകുമെന്ന് സന്ദീപും പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.